ഇടി അപ്പുറത്തെ പുതിയ താമസക്കാർ വന്നു. ആ അറിഞ്ഞ്. പുതിയ താമസക്കാരൊക്കെ വരുന്നോണ്ട് അവരാ മരമൊക്കെ അങ്ങ് മുറിച്ചത്. എന്തൊരു മനുഷ്യരാ, ആകെയുള്ള ഒരു തണലായിരുന്നു. ഇങ്ങനെ മരമൊക്കെ മുറിച്ച് കളയുന്നോണ്ടേ കാലം തെറ്റി മഴയൊക്കെ പെയ്യുന്നത്. ഇങ്ങനെ പോയാലേ ഈ ഭൂമിയുടെ അവസ്ഥ എന്തായി തീരും. അതിന് ഇങ്ങോട്ട് ഇല വീഴുന്നെന്നും പറഞ്ഞ് ഇല്ലമ്മയും കൗതമ്മയും കൂടെ എല്ലി അത് മുറിപ്പിച്ച്. ഇത് ആരോട് പറയാനാ, എന്തോ മരമുള്ള ഒരു വീടായിരുന്നു. ഏറ്റവും കൂടെ മുറിക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തോ വഴക്കായിരുന്നു അവരുമായിട്ട് ഇട്ടത്. നീ പോടാ, പിന്നെ ഞങ്ങൾ പറയുന്നില്ല ഇപ്പൊ കേൾക്കുന്നതൊക്കെ. അതെ, ഒരു പേർഷ്യക്കാരാന്നാ കേട്ടത്. ഞാനും കേട്ട്, വർഷങ്ങളായിട്ട് പേർഷ്യയിലാന്നാ പറയുന്നത്. ഓ, ഇനി അമ്മക്കൊരു ശല്യമായിരിക്കും. പുതിയ ആൾക്കാർ ആ വീട്ടിൽ വരുന്നതിന് കൗതമ്മയ്ക്ക് എന്തോ ശല്യമാവുന്നത്. എടാ, നീ ഈ പെണ്ണുങ്ങൾ വർത്താനം പറയുന്നിടത്ത് എന്തോ കേൾക്കാനിരിക്കുവാടാ. തിരിച്ചു പോടാ അവിടുന്ന്. വേസ്റ്റ് വല്ലോ നമ്മുടെ അയ്യത്തോട്ട് ഇട്ടാലും ഞാൻ പോയി പഞ്ചായത്തിൽ പറയും. ഇവിടെ ഏതെങ്കിലും കവർ കത്തിച്ചാലും ഞാൻ പഞ്ചായത്തിൽ ചെന്ന് പറയും. ഇവിടെ പഠിക്കുന്ന ഒരു കൊച്ചുള്ളതാ, അവിടെ കാണാൻ കിടന്ന് ബഹളം വെച്ചാൽ ഞാൻ പോയി പഞ്ചായത്തിൽ പറയും. രാത്രിയിലെ ആരെങ്കിലും വരുന്നത് നമുക്ക് ശ്രദ്ധിക്കണം കേട്ടോ, അതും പോയി പറയും. ഒരു ശ്വാസം എടുക്കുമ്പോഴേ നിങ്ങളുടെ ഓക്സിജൻ കുറഞ്ഞെന്നും പറഞ്ഞ് കോടതിയിൽ ഒരു കേസും കൂടെ കൊടുക്കാം. അല്ല വേണ്ടി ആരാ? ഞങ്ങളെ അപ്പുറത്തെ വീട്ടിലെ പുതിയ താമസക്കാരാ, പേര് റാണിന്നാ. ആണോ? വാ, കേറി വാ. അമ്മ, ഞാൻ അപ്പുറത്തെ വീട്ടിലെ പുതിയ താമസക്കാരിയാ. നമ്മളിഞ്ഞ ഒരു വീട്ടുകാരാ, ഒരു വീട്ടുകാരെ പോലെ വേണം നമ്മൾ കഴിയാൻ. ഞാനും മോള് ഇവിടെ തന്നെ കാണും. ഞങ്ങൾ ഇത്രയും നാളും ഗൾഫിലായിരുന്നു. മോള് ഇനി 10ാം ക്ലാസ്സിലാ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട, ഇപ്പൊ ഒന്നും വേണ്ട കേട്ടോ. മോളെ, പാലും പത്രമൊക്കെ ഇടപാട് ചെയ്തോ? സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള കടകൾ അറിയാവോ? ഞാൻ പോയി വാങ്ങിച്ചു തരാം മോളെ. ഇല്ലമ്മേ, നമുക്ക് ഇവിടെ അത്ര പരിചയമൊന്നും ഇല്ലല്ലോ. നമ്മൾ പുതിയതായിട്ട് വന്നേയില്ലേ, ഇനി വേണം എല്ലാം നോക്കാന്. പാലുകാരനോട് പത്രക്കാരനോട് ഞാൻ ഇടപാട് ചെയ്ത് തരാം. മോള് വല്ലതും കഴിച്ചായിരുന്നോ? ഓ, ഇത്രയും നേരം സാധനങ്ങളൊക്കെ ഇറക്കി വെക്കുമല്ലായിരുന്നോ അമ്മേ? ഇനി വേണം എന്തെങ്കിലും കഴിക്കാന്. ഓ, ഞങ്ങളൊന്നും അന്യരാതോ, ഇവിടുന്ന് തരാം ഭക്ഷണം. നമ്മൾക്ക് ഇനി ഒരു കുടുംബക്കാരെ പോലെ വേണം കഴിയാന്. ശരി, എന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ആ, നാളെ നിങ്ങളെല്ലാരും കൂടെ അങ്ങോട്ട് ഇറങ്ങണേ. ഒരു മര്യാദയില്ലാത്ത സ്ത്രീ. ഇനി ഇവിടെ രാത്രിയിൽ എന്തോ കൊടുത്തപ്പോ 2 കൈ നീട്ടി അങ്ങ് മേടിച്ച്. വലിയ അടുപ്പത്തിനൊന്നും നിൽക്കണ്ട, ആ കഥ അടച്ചിട്ടേക്കണം. ആ പാത്രമൊക്കെ ഇനി കിട്ടുമോ എന്തോ. ഇനി ശല്യമായിരിക്കും. ഈ ഓരോ സാധനം ഓടി ഓടി വരും എപ്പോഴും എപ്പോഴും. പറഞ്ഞത് കേട്ടില്ല, നാളെ ചെല്ലാന്. അതാ ഇന്ന് അങ്ങോട്ട് ചെന്നാല് സാധാരണ അയൽക്കാരെയൊക്കെ വിളിച്ചിട്ട് ചായയൊക്കെ തരണ്ടേ? പാത്രം തരാൻ വന്നതാ. എടുക്കാം, നാളെ ഞങ്ങൾ അങ്ങോട്ട് വരത്തില്ലയോ? നമ്മളൊക്കെ ഒരു കുടുംബക്കാരല്ലേ.